ചിക്കൻ കപ്സയാണ്. അത് അടിപൊളി ടേസ്റ്റിയാണ്, അടിപൊളി സാധനമാണ് ഇത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എല്ലാവർക്കും കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കണും കൂടി അമർത്തണേ. പിന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇടന്നാലോ? ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ലെറ്റ്സ് ഗോ. ചിക്കൻ കപ്സ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്സ റൈസ് എടുക്കാം. ഞാനിവിടെ 4 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അടി കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലൊരു നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും ഇത് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്, അടി കട്ടിയുള്ളത്. അത് നമുക്ക് പാത്രം ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർക്കണേന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പട്ട, 2-3 ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, ഇതൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. ഒരു 8 വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. ഒരു 4 പച്ചമുളക് ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റണം. കുറച്ച് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയുടെ നിറമൊക്കെ മാറി ആ പച്ചമണമൊക്കെ മാറി വരണം. ഇതിലേക്ക് ഞാൻ ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇതിലേക്ക് 4 ടീസ്പൂൺ കബ്സ മസാല ഇട്ട് കൊടുക്കാം. കബ്സ മസാല നമുക്ക് വാങ്ങാൻ കിട്ടും. വീട്ടിലുണ്ടാക്കണവരുണ്ട് കബ്സ മസാല. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചതാണ്. നമുക്ക് കബ്സ മസാല വാങ്ങാൻ കിട്ടും. ഞാൻ 4 ടീസ്പൂണാണ് ഇതിനകത്ത് ഇടുന്നത്. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റണം. ഈ മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം. എല്ലാം സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് ഞാൻ 4 തക്കാളി അടിച്ച് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ
കുറച്ച് ആഡ് ചെയ്യാം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തത്. നന്നായിട്ടൊന്ന് എല്ലാം കൂടി നന്നായിട്ട് പച്ചമണമൊക്കെ മാറി ഒന്ന് റെഡി ആവണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഞാൻ ഒരു വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതെല്ലാം നമുക്ക് മസാലയിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 10-20 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മസാലയൊക്കെ നല്ലോണം ചിക്കനിൽ പിടിക്കണം. ഒന്നുകൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. അധികം ചിക്കൻ വെന്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ചിക്കനെല്ലാം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേവിച്ച ആ ഗ്രേവിയിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 6 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഇതിൽ നമുക്കൊരു ഉണക്കനാരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. മൂടി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ ഗ്രേവിയിൽ കിടന്ന് ഈ റൈസ് വേവണം. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാറ്റി വെച്ച ചിക്കൻ പീസ് എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് രണ്ട് വശവും ജസ്റ്റ് തിരിച്ചും മറിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം.
നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് എന്തായെന്നൊന്ന് നോക്കാം, റെഡി ആയോന്നൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. റൈസൊക്കെ അതിൻ്റെ വെള്ളമൊക്കെ ഗ്രേവിയൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി വെച്ച് കൊടുക്കാം. എല്ലാ ചിക്കനും ഞാൻ ഇതിലേക്ക് വയ്ക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ചിക്കനും വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് സെർവ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. താങ്ക്